പ്രിയപ്പെട്ടവരെ, നമസ്കാരം. കൊലയാളി എന്ന ക്രൈം നോവലിൻ്റെ 61-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ചുരത്തിലെ ദുരൂഹമായ അപകടത്തിന് പിന്നാലെ പുറത്തുവരുന്ന വിവരങ്ങൾ അന്വേഷണത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. സംശയത്തിൻ്റെ നിഴൽ നന്ദനിലേക്കും നിഷാദിലേക്കും ഡ്രൈവറിലേക്കും നീളുന്നു. സജിത്തിൻ്റെ മരണം നന്നായി ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകമാണോ? നമുക്ക് കേൾക്കാം കൊലയാളി ഭാഗം 61. ഇപ്പോൾ നടന്നതുപോലെ ഒരു സംഭവം നടന്നാൽ അത് വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും അറിയുമല്ലോ. രാവിലെ ആദ്യമായി സംഭവം പുറത്തറിയാൻ വൈകിയെങ്കിലും പിന്നെ എല്ലാം പെട്ടെന്ന് തന്നെ ആയിരുന്നു. രാത്രിയിൽ തന്നെ വീട്ടിലെത്തും എന്ന് പറഞ്ഞു പോയ ആൾ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും വീട്ടിലെത്താത്തപ്പോൾ തന്നെ വീട്ടുകാർക്ക് എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടായിരുന്നു. ബത്തേരിയിലെത്തുന്നതിന് മുൻപ് വിളിച്ചു പറഞ്ഞതാണ് രാത്രിയിൽ തന്നെ എത്തുമെന്ന്. അതുകൊണ്ട് ഗേറ്റ് അടച്ചു എങ്കിലും പൂട്ടിയിരുന്നില്ല. എന്നാലും ഇപ്രകാരം വൈകുന്നത് ഇതാദ്യ സംഭവമൊന്നുമല്ല. തികച്ചും അപ്രതീക്ഷിതമായി എന്തെങ്കിലുമൊക്കെ ബിസിനസ് കാര്യങ്ങൾ തന്നെ വന്നു ഭവിക്കുന്നതുകൊണ്ട് പലപ്പോഴും വൈകാറുണ്ട്. എങ്കിൽ പോലും സജിത്തിൻ്റെ കുടുംബത്തിലുള്ളവർക്കും ആശങ്കയുണ്ടായിരുന്നു. എന്നാലും ഒരപകടം സംഭവിക്കും എന്ന് അവർ പ്രതീക്ഷിച്ചിട്ടില്ല. സജിത്ത് ശങ്കർ ആയിരിക്കാം കൊല്ലപ്പെട്ടത് എന്ന സംശയകരമായ വിവരം പായിക്കാട്ടും അറിയാൻ അധികം താമസം വേണ്ടി വന്നില്ല. പലരും അത് വിശ്വസിച്ചില്ല എന്നു മാത്രം. ആദ്യം വിവരമറിഞ്ഞത് പായിക്കാട്ടെ പോലീസ് സ്റ്റേഷനിലാണ്. വണ്ടിയുടെ നമ്പർ ഉപയോഗപ്പെടുത്തി RC ഉടമയെ കണ്ടെത്തിയപ്പോൾ കിട്ടിയ പേര് സജിത്ത് ശങ്കർ എന്നാണ്. ആ ആളിനെപ്പറ്റി കൂടുതൽ അറിയാനാണ് സ്റ്റേഷനിൽ വിളിച്ചത്. അവർ തന്നെ വിശദമായ അന്വേഷണം നടത്തുന്നതിൻ്റെ ഭാഗമായി സജിത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ പോലീസുകാരിൽ നിന്ന് തന്നെ സജിത്തിൻ്റെ വീട്ടുകാരും വിവരമറിഞ്ഞു. യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണെങ്കിൽ എപ്പോഴാണെങ്കിലും അവർ അറിയണമല്ലോ. അത് സജിത്ത് തന്നെ ആയിരിക്കുമോ എന്ന് അറിഞ്ഞവർക്കെല്ലാം സംശയമുണ്ടായിരുന്നു. ഉമ്മച്ചൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതി എന്ന നിലയിലാണ് ആദ്യമൊക്കെ സജിത്ത് പായിക്കാട്ട് അറിയപ്പെട്ടിരുന്നത്. പിന്നെ പ്രസിദ്ധനായ കോൺട്രാക്ടർ എന്ന നിലയിലും സജിത്തിനെ പായിക്കാട്ടെ പോലീസുകാർക്ക് എല്ലാവർക്കും നല്ല പരിചയമായിരുന്നു. പോലീസ് അസോസിയേഷൻ മീറ്റിങ്ങിനും മറ്റു പൊതുകാര്യങ്ങൾക്കും എത്ര തുക സംഭാവന ചോദിച്ചാലും മടിയേതുമില്ലാതെ കൊടുക്കുന്നയാളായിരുന്നു സജിത്ത്. അതുകൊണ്ട് ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും അയാൾ പരിചിതനും വേണ്ടപ്പെട്ടവനുമായിരുന്നു. ആർക്കെല്ലാം വേണ്ടപ്പെട്ടവനായിരുന്നാലും ആർക്കോ ഒരാൾക്ക് ശത്രുവായിരുന്നല്ലോ. മോഹനൻ സാറിൽ നിന്നാണ് വിവരം ജീവൻ ജോസ് അറിഞ്ഞത്. വേറൊരു കാര്യത്തിന് സാറിൻ്റെ അഭിപ്രായം ചോദിക്കാൻ വിളിച്ചതാണ് ജീവൻ. അപ്പോൾ കിട്ടിയതോ സജിത്തിൻ്റെ കൊലപാതകത്തിൻ്റെ വിവരവും. കൽപ്പറ്റയിലേക്ക് പോകണമെന്നും നന്ദനെ കസ്റ്റഡിയിലെടുക്കാതെ രഹസ്യമായി ചോദ്യം ചെയ്യണമെന്നും പറയാൻ വേണ്ടിയാണ് ജീവൻ മോഹനൻ സാറിനെ വിളിച്ചത്. സജിത്തിൻ്റെ കാര്യം പറയുന്നതിനു വേണ്ടി ജീവനെ വിളിക്കാനും വേണ്ട കാര്യങ്ങൾ നിർദ്ദേശിക്കാനും വേണ്ടി ഫോൺ എടുക്കുന്ന സമയത്ത് തന്നെയാണ് ജീവൻ്റെ കോൾ വന്നത്. ആഭ്യന്തരമന്ത്രിയുടെയോ മറ്റോ കോളായിരിക്കുമോ എന്ന് പേടിച്ച് എന്താണ് പറയേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ഫോൺ എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ജീവൻ ജോസ് ആണെന്ന് മനസ്സിലായത്. അതുകൊണ്ട് സമാധാനത്തോടെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ അന്വേഷിക്കുന്ന കേസിലെ അടുത്ത ആളായിരിക്കാൻ സർവഥാ സാധ്യതയുള്ളയാളാണ് സജിത്ത് ശങ്കർ.
പൊതുവെ അയാളെപ്പറ്റി അറിയപ്പെടുന്നത് നേരായ വഴിയിൽ സമ്പാദിച്ച പണക്കാരൻ എന്നാണ്. എന്നാൽ പൂർണ്ണമായും അങ്ങനെയല്ല എന്നത് നമുക്ക് നന്നായി അറിയാം. അയാൾ കടന്നു വന്ന വഴി ഒരു കാരണവശാലും ശുദ്ധമല്ല. എന്നാൽ കുറേ നേടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അയാളുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ അയാളുടെ കമ്പനിയിൽ നിന്നായിരുന്നു. അതായത് പിന്നെയുള്ളത് നേർവഴിക്കെന്ന് പറയാം. നിർമ്മാണ കമ്പനി തുടങ്ങുന്നതിന് മുൻപ് ഉമ്മച്ചനും മറ്റുമായി ചേർന്ന് അയാളും കുറേയധികം വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പലരും ശത്രുക്കളാവുകയും പലരും വഴിയാധാരമാവുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ നിഷാദിൻ്റെ മാതാപിതാക്കളുടെ കൊലപാതകത്തിലും സജിത്തിന് മനസ്സറിവുണ്ടാകണം. നേരിട്ട് ചെയ്തത് വേറെ ആരെങ്കിലും ആയിരിക്കാം. എന്നാലും എന്തോ ഒരു റോൾ അതിൽ സജിത്തിനും ഉണ്ട്. ഇപ്പോൾ തൽക്കാലം വിശദ വിവരങ്ങൾ അന്വേഷിക്കാതെ എത്രയും വേഗം നിങ്ങൾ ക്രൈം സീനിലേക്ക് പോകുക. അതാണ് ഇപ്പോഴത്തെ അത്യാവശ്യം. നിങ്ങൾ കൂടി എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോവുകയുള്ളൂ. അങ്ങനെ മാത്രമേ ചെയ്യാവൂ എന്ന് ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നീങ്ങേണ്ട സാഹചര്യമാണ് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇത്രയുമാണ് മോഹനൻ സാറിൽ നിന്നും ജീവൻ ജോസിന് ലഭിച്ച വിവരം. വേഗത്തിൽ പ്രവർത്തിക്കേണ്ട സമയത്ത് വേഗത്തിൽ തന്നെ പ്രവർത്തിക്കണമല്ലോ. നിമിഷ നേരം കൊണ്ട് ജീവൻ സംഘാംഗങ്ങൾക്ക് മുഴുവൻ സന്ദേശം കൈമാറി. അവർ യാത്ര പോകുന്ന വഴിക്ക് മോഹനൻ സാർ വീണ്ടും വിളിച്ച് കുറച്ച് വിവരങ്ങൾ കൂടി പറഞ്ഞു. ആ വിവരങ്ങൾ പിന്നീട് കിട്ടിയതായിരിക്കും. അയാൾ ബാംഗ്ലൂർക്ക് പോയതായിരുന്നു എന്നും കൂടെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞപ്പോൾ ജീവൻ അങ്ങോട്ട് ചോദിച്ചു, അയാളായിരിക്കുമോ സാർ സജിത്തിനെ തട്ടിക്കളഞ്ഞത്? എന്നിട്ട് മറ്റേതെങ്കിലും വണ്ടിയിൽ അവിടുന്ന് രക്ഷപ്പെട്ടതാകാൻ സാധ്യതയില്ലേ? അങ്ങനെ ചിന്തിക്കാമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നത് മണ്ടത്തരമാണ്. താനൊരു കാര്യം ചെയ്യും, എനിക്ക് പറയാനുള്ള ബാക്കി കാര്യങ്ങളും കൂടി കേൾക്ക്. എന്നിട്ട് ഒരു തീരുമാനത്തിലെത്തിച്ചേരുന്നതാണ് നല്ലത്. സജിയുടെ ശരീരം വൈത്തിരിക്കും ലക്കിടിക്കും ഇടയിൽ നിന്നും കിട്ടിയെന്നും അയാൾക്ക് മാരകമായി പരിക്കേറ്റിട്ടുണ്ടെന്നും ഇപ്പോൾ കൽപ്പറ്റയിലെ ആശുപത്രിയിലാണുള്ളത് എന്നും മോഹനൻ സാർ പറഞ്ഞു. അപ്പോഴാണ് ചിന്തിച്ച വഴി ശരിയല്ലല്ലോ എന്ന് ജീവന് തോന്നിയത്. എങ്കിൽ പോലും ആ ചിന്ത പൂർണ്ണമായി ഒഴിവാക്കാൻ ജീവന് കഴിഞ്ഞില്ല. സംശയിക്കപ്പെടാതിരിക്കാൻ അയാൾ തന്നെ വാഹനത്തിൽ നിന്ന് ചാടിയതാണെങ്കിലും മതിയല്ലോ. സജിത്തിൻ്റെ കൊലപാതകത്തെപ്പറ്റി വ്യക്തമായ ഒരു രൂപം കിട്ടുന്നില്ല. യാത്രക്കിടയിൽ അതിൻ്റെ സാധ്യതയെക്കുറിച്ച് അവരെല്ലാവരും ചർച്ച ചെയ്തു. ഓരോരുത്തർക്കും തോന്നിയത് ഓരോ അഭിപ്രായങ്ങളാണ്. ഹസനാർക്ക് മനസ്സറിവുണ്ടാകും എന്ന് ഒരാൾ പറഞ്ഞു. ഇല്ലെങ്കിൽ അങ്ങോട്ട് വിമാനത്തിൽ പോയ ആളിന് അവിടുത്തെ മീറ്റിങ്ങിനെക്കുറിച്ചുള്ള രൂപരേഖ ഇല്ലാതിരിക്കില്ലല്ലോ. അപ്പോൾ പിന്നെ റോഡ് മാർഗം തിരഞ്ഞെടുക്കണമായിരുന്നോ? കൃത്യമായി മടങ്ങി വരേണ്ട ദിവസവും അയാൾക്ക് അറിയുമായിരുന്നിരിക്കണം. തിരിച്ചുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ ഇവരോടൊപ്പം വന്നത് തന്നെ സംശയകരമല്ലേ? സമയം വൈകിപ്പിക്കാനും തിരക്കഥ കൃത്യമായി നടപ്പിലാക്കാനും വേണ്ടി എന്നതുപോലെ അത്താഴ വിരുന്നൊരുക്കിയതും സംശയിക്കാവുന്നതാണ്. ആ അഭിപ്രായം ജീവൻ കേട്ടു. എന്നിട്ട് അടുത്തയാളോട് അഭിപ്രായം പറയാൻ പ്രോത്സാഹിപ്പിച്ചു. അത് രഞ്ജിത്തായിരുന്നു. രഞ്ജിത്തിൻ്റെ അഭിപ്രായം തികച്ചും വ്യത്യസ്തമായിരുന്നു താനും. ജോസ് മാത്യു പറഞ്ഞത് പ്രകാരം നന്ദനും സംഘവും വയനാട്ടിലെ വനാന്തരത്തിൽ തന്നെ ഉണ്ട് എന്ന് കണക്കാക്കുകയാണെങ്കിൽ ഈ കൊലപാതകത്തിൽ അവരുടെ പങ്ക് ന്യായമായും സംശയിക്കാം.
ബത്തേരിയിൽ ആ വാഹനം മണിക്കൂറുകളോളം നിർത്തിയിട്ട സമയത്ത് തന്നെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അവർക്ക് അതിനുള്ളിൽ കയറിപ്പറ്റാൻ കഴിയുമോ എന്ന് നോക്കണം. ഇനി അവിടെ അല്ലെങ്കിൽ വന്ന വഴിയിൽ മറ്റ് എവിടെയെങ്കിലും വണ്ടി നിർത്തിയോ എന്നറിയണമെങ്കിൽ ഡ്രൈവർക്ക് എന്തെങ്കിലും പറയാനാകണം. അങ്ങനെ സാധിക്കുകയാണെങ്കിൽ അവർ തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഡ്രൈവറെയും അപകടനിലയിൽ എത്തിച്ചത്. വഴിയിൽ തള്ളിയത് അയാൾ തീർന്നുപോയി കാണും എന്ന വിചാരത്തിലായിരിക്കാം. വാഹനത്തിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്ടത് മാത്രമായിരിക്കില്ല അവരുടെ ലക്ഷ്യം എന്ന കാര്യം ഉറപ്പ്. അതിനുശേഷം വാഹനം ഓടിച്ചത് മറ്റാരെങ്കിലും ആയിരിക്കണം. നന്ദനാണെങ്കിലും നിഷാദാണെങ്കിലും നല്ല ഡ്രൈവർമാരാണ്. ഏത് വാഹനവും ഓടിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ളവരാണ് അവർ. അതുകൊണ്ടായിരിക്കുമല്ലോ സജിത്തിൻ്റെ മൃതദേഹം കണ്ടത് കോ ഡ്രൈവർ സീറ്റിലാണ് എന്നല്ലേ മോഹനൻ സാർ പറഞ്ഞത്. അപ്പോൾ സജിത്ത് അല്ല വണ്ടി ഓടിച്ചു വന്നത് എന്ന കാര്യം തീർച്ചയല്ലേ? അല്ലെങ്കിൽ പിന്നെ കൊലപാതകം നടത്തിയതിന് ശേഷം അയാളെ സീറ്റിൽ നിന്ന് മാറ്റി ഇരുത്തിയതായിരിക്കണം. അതിനും സാധ്യത വളരെ കുറവാണ്. അതിനു മുൻപ് ബലമായി മാറ്റിയിരുത്തിയതാണെങ്കിൽ ബലപ്രയോഗത്തിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണാതിരിക്കില്ലല്ലോ. കൃത്യം നടപ്പിലാക്കിയത് എങ്ങനെ എന്ന കാര്യം കുറച്ചുകൂടി പരിശോധനകൾക്ക് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്നാലും ഇത് തള്ളിക്കളയാൻ കഴിയാത്ത ഒരു സാധ്യതയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ജീവൻ എല്ലാവരോടുമായി പറഞ്ഞു. രഞ്ജിത്ത് അഭിപ്രായം പറഞ്ഞതുപോലെ തന്നെ ആകാം സംഭവിച്ചിട്ടുണ്ടാകുക എന്നാണ് എനിക്കും തോന്നുന്നത്. എന്താണെങ്കിലും ക്രൈം സീനിലെ പരിശോധനയോടുകൂടി നമുക്ക് ഏകദേശ രൂപം ലഭിക്കും. നമ്മുടെ അടുത്ത ലക്ഷ്യം നന്ദനാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കുകയും വേണം. ഇനി വെറും 2 ആൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അതിലൊരാളെ നമുക്ക് വ്യക്തമായി അറിയാം. അടുത്തയാളെപ്പറ്റി കൃത്യമായ വിവരം ഇല്ലതാനും. ജോസ് മാത്യുവിൻ്റെ സംശയം ഇത് പരമ്പരയിലുള്ള കൊലപാതകമാണെന്ന് അവിടെ വരെ എത്താതെ പറയാൻ കഴിയുമോ എന്നായിരുന്നു. പരമ്പര കൊലപാതകത്തിൽ കണ്ടതുപോലെയുള്ള അടയാളങ്ങളൊന്നും കണ്ടതായി ഇതുവരെയും അറിയില്ല. അതാണ് ജോസിനെ ആ രീതിയിൽ ചിന്തിപ്പിച്ചത്. സജിത്തിൻ്റെ ഡ്രൈവർ തന്നെ ആയിരിക്കുമോ കൊലയ്ക്ക് പിന്നിൽ? അതോ നന്ദനോ നിഷാദോ ആയിരിക്കുമോ? നമുക്ക് കാത്തിരിക്കാം, അല്ലേ? നോവലിൻ്റെ 61-ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. സജിത്തിൻ്റെ മരണത്തിനു പിന്നിൽ നന്ദനോ നിഷാദോ ഇനി ഇതുവരെ കാണാൻ കഴിയാത്ത മറ്റാരെങ്കിലുമാണോ? സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിൽ പങ്കുവയ്ക്കുമല്ലോ. അടുത്ത ഭാഗത്തിൽ ഞെട്ടിക്കുന്ന പുതിയ തെളിവുകൾ കാത്തിരിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം. നന്ദി.